ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എങ്ങോട്ടാ കുഞ്ചു പോണേ? ഗുരുവായൂർക്ക് പോകാനായിട്ട് നമ്മൾ തൃശ്ശൂർക്കുള്ള ട്രെയിനിന് കയറി. ഡയറക്റ്റ് ഗുരുവായൂർ ഈ ടൈമിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ ആ ട്രെയിൻ ഇവിടുന്ന് തന്നെ ആയതുകൊണ്ട് വിട്ടിട്ടില്ല. ഞാനും കുഞ്ചും അമ്മയും. അമ്മ ഇവിടെ നോക്കും. ഓക്കെ. അപ്പം ഞങ്ങൾ 3 പേരും മാത്രമുള്ളൊരു ഗേൾസ് ഓൺലി ട്രിപ്പാണേ. ഗുരുവായൂർ ഇന്ന് പോയിട്ട് നാളെ വരും. ഓക്കെ, ഹൈ. ഓക്കെ, അപ്പം നമുക്ക് ഗുരുവായൂർ ചെന്നിട്ട് കാണാം. തൃശ്ശൂർ ചെന്നതിന് ശേഷം അവിടുന്ന് ഒരു യൂബർ പിടിച്ചിട്ടാണ് നമ്മൾ ഗുരുവായൂർക്ക് പോയത്. യൂബറിന് ഏകദേശം 600 സംതിങ് ആയിരുന്നു, 650 എത്ര. ഞങ്ങൾ ഗുരുവായൂരെത്തി. ഞങ്ങൾ ശ്രീപതി മയൂഖ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്ത് ബാക്കി എല്ലായിടത്തും ഫുള്ളാണ് കേട്ടോ, വൈശാഖ ആയതുകൊണ്ട്. അപ്പം നമ്മൾ റൂമിലേക്ക് പോവാണ്. റൂം കാണിച്ചു തരാം. റൂമൊക്കെ പൊതുവേ നീറ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മളും പൊതുവേ എന്താ പറയുക, കുറച്ചുകൂടെ വലിയ ഹോട്ടൽ എടുക്കാറുള്ളതുകൊണ്ട് നമുക്കൊരു തൃപ്തി തോന്നിയില്ലായിരുന്നു. നമ്മുടെ കുഴപ്പമായിരിക്കും. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റേ ചെയ്യാൻ, നീറ്റായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. പക്ഷേ വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്താണെന്ന് ഞാൻ പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിന് പേ ചെയ്ത് വന്നപ്പോൾ 2500 രൂപയ്ക്കകത്തായി. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ നല്ല ഹോട്ടൽ എടുക്കാം. പക്ഷെ നമുക്ക് വൈശാഖ ആയതുകൊണ്ട് കിട്ടിയില്ലായിരുന്നു. ഉള്ളതിൽ അടുത്തുള്ളത് ഇതാണെന്നുള്ളത് കൊണ്ട് എടുത്തത്. മാത്രമല്ല ഇവിടെ ഹീറ്ററൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മെയിൻ്റെനൻസ് കുറച്ച് പണിയായിരുന്നു, അതേ ഉള്ളായിരുന്നു. ബാക്കി നീറ്റായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചെന്നത് ഉച്ചയോട് കൂടിയാണ്. ഉച്ചയ്ക്ക് ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ കുളിച്ച് അമ്പലത്തിലേക്ക് പോവാണേ. അപ്പം ഞാനും അമ്മയും കുഞ്ചും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സെറ്റും മുണ്ടുമാണ് കേട്ടോ. നമുക്ക് മയൂഖയിൽ നിന്ന് ജസ്റ്റ് ഒരു 450 മീറ്റർ ഉള്ളായിരുന്നു. നമ്മൾ നടന്ന് പോവാണ്. പോകുന്ന വഴി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ കയറുന്നത്. നമ്മൾ ചെന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയുടേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. മാത്രമല്ല മഴ പെയ്തൊരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു കേട്ടോ, അതൊരു രസമായിരുന്നു. കുഞ്ചിനെയും കൊണ്ട് ഞാൻ മെയിൻ ക്യൂ, ഇത്രയും വലിയ ക്യൂ നിന്ന് കയറുന്നത് ആദ്യമായിട്ടാണ്. 4.5 മണിക്കൂർ ക്യൂ നിന്നു കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു, അവൾ അടങ്ങിയിരുന്ന് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. ഈ 4.5 മണിക്കൂർ നിന്ന് അകത്ത് കുഞ്ചിനെയും കൊണ്ട് കയറാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുറച്ച് നേരം എടുത്തോണ്ട് ക്യൂ നിൽക്കേണ്ട വന്നെങ്കിലും എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാര്യം ഗുരുവായൂരപ്പനെ നന്നായിട്ട് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങി നമ്മുടെ മെയിൻ ഐറ്റമായ പർച്ചേസിങ്ങിലേക്ക് പോയി. ഇത് പ്രിയങ്ക എന്നാണ് തോന്നുന്നു ഈ കടയുടെ പേര്. കുറേ കമ്മലുകൾ ഇതുപോലെ കുഞ്ചുപ്പം കാണിക്കുന്ന പോലെ സ്ലൈഡ് ചെയ്യുമ്പോൾ പുറകെ ഉണ്ട് കേട്ടോ, പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ. പക്ഷെ ഭയങ്കര റേറ്റാണ് കേട്ടോ. പണ്ടത്തെ പോലെ 5 രൂപ 10 രൂപ കമ്മലുകളൊന്നും ഇപ്പോൾ കാണാൻ പോലും കിട്ടത്തില്ല. എല്ലാം 100, 150, 200 മുകളിലേക്കാണ്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് 1-2 എണ്ണം എടുത്തിട്ട് ഇങ്ങ് പോകുന്നു. പർച്ചേസിങ്ങും കഴിഞ്ഞ് ഡിന്നറും കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയത്. നമ്മളെപ്പോഴും കയറുന്നത് അവിടെ ചെല്ലുമ്പോൾ ശരവണ ഭവനിലാണ്. അത് നീറ്റുമാണ്, നല്ല ടേസ്റ്റി ഫുഡുമാണ്. സോ അവിടെ കയറി ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി. നല്ല ടയേർഡാണ് കേട്ടോ. ഞാനും അതെ, അമ്മയും അതെ, കുഞ്ചും അതെ. ഗുരുവായൂർ ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡല്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ അറിയുന്നതിന് മുമ്പ് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അത് ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ എടുത്തിട്ടില്ല വീഡിയോസ്. മഴയാ ഗായ്സ്, നല്ല ഉഗ്രൻ മഴ. ഒരുപാട് പേര് ഇങ്ങനെ ഇപ്പോഴും റീൽസും വീഡിയോസും ഒക്കെ ഇടുന്ന കാണാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തതാണ്. പക്ഷെ അവിടെ അനൗൺസ് ചെയ്യുകയും പിന്നെ ഒരു സെക്യൂരിറ്റി പറയുകയും ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ എടുത്ത സ്ഥിതിക്ക് ഞാൻ എടുത്ത വീഡിയോസ് കുറച്ച് ആഡ് ചെയ്യുവാണേ. ഇത് രാത്രി 11-11:30 മണി ആയതുകൊണ്ട് മാത്രമാണ് ഈ തിരക്ക് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി വൈശാഖം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞത് 4.5 മണിക്കൂറാണ് ക്യൂ നിന്ന് തൊഴുന്നത്. ഇത്
പാതിരാത്രിയിലത്തെ നിർമ്മാല്യം തൊഴാനായിട്ട് ക്യൂ ഇരിക്കുന്നവരാണ് കേട്ടോ ഈ ലെഫ്റ്റിൽ. നമ്മളിതാ ഈ നട വഴിയാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകേണ്ടത്. ഇത് നമ്മുടെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെയൊക്കെ ആ എൻട്രൻസ് ആണ് കേട്ടോ. മഴ കാരണം ഒരു ഓട്ടോ പോലും കിട്ടാനില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരെണ്ണം ലാസ്റ്റ് കിട്ടിയത് ആ വരുന്ന ഓട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ കയറി പോന്നു. അങ്ങനെ റൂമിൽ ചെന്ന് കാലൊക്കെ അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല, അതുപോലെ ടയേർഡായിട്ടാണ് കേട്ടോ വന്നത്. എന്താ കുഞ്ചുനെ കുറച്ച് നേരം അവൾ വാങ്ങിച്ച സാധനം അപ്പം തന്നെ അവൾക്ക് കളിക്കണമല്ലോ, എക്സൈറ്റഡ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് അമ്മ ഓൾറെഡി കയറി കിടന്നു. ഞങ്ങളിതാ കളിച്ചിട്ട് നേരെ കയറി കിടക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നാളെ രാവിലെ എഴുന്നേറ്റ് ഒന്നുകൂടെ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയി പുറമേയൊക്കെ നിന്ന് തൊഴുതിട്ട്, പിന്നെ മാത്രമല്ല ഗണപതിയുടെ അവിടെ കയറിയില്ലായിരുന്നു, അപ്പോൾ അവിടെയും കയറണം. പിന്നെ മമ്മിയൂർ പറ്റിയാൽ പോവും, ഇല്ലെങ്കിൽ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു പ്ലാൻ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുഞ്ചിന് നമ്മൾ തലേദിവസം വാങ്ങിച്ച സ്കേർട്ടും ടോപ്പുമാണ്, പട്ടുപാടയും ബ്ലൗസുമാണിത്. അതൊക്കെ ഇടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ അമ്പലത്തിലേക്ക് പോയി. ഒന്നുകൂടെ പുറമേ നിന്ന് തൊഴാനായിട്ട്, അകത്ത് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി 11 മണിക്ക് ഹോട്ടൽ ചെക്കൗട്ട് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് അമ്പലത്തിലേക്ക് ഇറങ്ങിയത്. കാര്യം നമുക്ക് ബാഗും കൂടെ ചെക്കൗട്ട് ചെയ്ത് റിസപ്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആവും. സോ പോകുന്ന വഴി അത്രയും ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ശരവണഭവനിൽ തന്നെ കയറി ഫുഡ് കഴിച്ചിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. കാരണം അകത്ത് കയറുന്നില്ലാത്തതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോയി. അമ്മ ചുറ്റമ്പലത്തിനകത്ത് കയറി തൊഴുതു. ഞങ്ങൾ അതും കയറിയില്ല, ഞാനും കുഞ്ചും പുറമേ നിന്നു. എന്നിട്ട് കുറച്ചുകൂടെയൊക്കെ പർച്ചേസൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിൽ ചെന്ന് റിസപ്ഷനിൽ നിന്ന് ബാഗും എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷൻ പോയി. അപ്പം നമ്മുടെ കുട്ടി ഗുരുവായൂർ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.